ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ അനിയത്തി 2 ദിവസം നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നപ്പോൾ ഞാനൊരു പെരി പെരി ചിക്കൻ മന്തിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ നിന്നത്. വൈകുന്നേരം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോക്ക് ക്ലാരിറ്റി കുറച്ച് കുറവായിരുന്നു. കാരണം വെളിച്ചം അത്ര ഉണ്ടായിരുന്നില്ല. മഴക്കാറൊക്കെ ഉള്ളത് കാരണം അധികം വെളിച്ചം കുറവായതുകൊണ്ട് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വീഡിയോസ് എടുക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആരും കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പെരി പെരി ചിക്കൻ മന്തി കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മന്തിയാണ്. അത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പെരി പെരി ചിക്കൻ മന്തിയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. മന്തി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ അതിലോട്ടൊരു മസാല പൗഡർ വേണം. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചെറുതായിട്ടും ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചൂടാക്കി അതിലോട്ട് വേണ്ട പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഇപ്പോൾ ചിക്കനിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതുകൊണ്ട് അത് മസാലയൊക്കെ പുരട്ടിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അരി ഇതുപോലെ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. മന്തിക്കുള്ള റൈസ് ഞാൻ കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുതിർന്ന് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അരി വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വെള്ളം അപ്പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനിതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഇതുപോലെ കുക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു ഭാഗം കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇനി മറിച്ചിട്ട് കൊടുക്കണം. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതല്ലോ, അല്ലെങ്കിൽ അടി കരിഞ്ഞ് പോകുമല്ലോ. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2-3 വട്ടമൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനവിടെ ചിക്കൻ കുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ അരി ഞാൻ വെള്ളത്തിലിട്ടിട്ട് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അനിയത്തി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ മന്തിയിലോട്ടുള്ള ക്യാപ്സിക്കം അതുപോലെ ബാക്കിയുള്ളതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ടുള്ള മസാലയിൽ ചിക്കൻ നമ്മൾ ഓയിലോട്ട് ഇട്ട് കൊടുക്കില്ല. അതിനുശേഷം കുറച്ച് മസാല നമ്മളെടുത്ത പാത്രത്തിലുണ്ടാകും. അതവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു വേറൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കൂടെ കുക്കായി കിട്ടിയിട്ട് അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം. അതിന് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിലോട്ട് തന്നെ കുറച്ച് ക്യാപ്സിക്കം അതുപോലെ നാരങ്ങ പിന്നെ പട്ട ഗ്രാമ്പു അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിൽ വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാപ്സിക്കൊക്കെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നന്നായി കുക്കായി വന്നപ്പോൾ അതിൽ നിന്ന് കുറച്ച് മസാല ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ആ പാത്രത്തിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ലെയറിൽ കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ബാക്കിയുള്ള ചോറ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ചമുളക് അതിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കണം. ആ ചിക്കൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് മസാല നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്യില്ലേ, അതിലത്തെ മസാല മാറ്റി വെച്ചാന്നില്ലേ, ആ മസാല നമ്മളൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഈ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അത് ഈ ചിക്കൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ആ ചിക്കൻ നമ്മൾ റൈസിൻ്റെ മുകളിലായിട്ട് വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കനലൊക്കെ ഇട്ടിട്ട് ഒന്ന് പുകച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 20 മിനിറ്റൊക്കെ ദമ്മിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് നേരത്തെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് പുകച്ചെടുത്തിട്ടുള്ളതൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പെരി പെരി ചിക്കൻ മന്തിയൊക്കെ നമ്മൾ ദമ്മൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിക്കനൊക്കെ അതിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ
അപ്പോൾ നമ്മുടെ പെരി പെരി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ട് രാത്രിയൊക്കെ ആയപ്പോൾ ഉപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വട്ടയിലും ഈ ചിക്കൻ മന്തി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ ഒരു വട്ടം പുറത്ത് പോയിട്ട് കഴിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റ് ആട്ടോ ഈ മന്തിക്ക്. ഈ മന്തി ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പെരി പെരി ചിക്കൻ മന്തിയാണ്. അപ്പോൾ അനിയത്തി വന്നാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അനിയത്തി വന്ന ദിവസം എടുത്തിട്ടുള്ള കുഞ്ഞു വ്ളോഗാണ്. കൂടുതലായിട്ടൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഇത്രയോട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.